പ്രിയമുള്ള എല്ലാവർക്കും യൂണിവേഴ്സ് ലൈറ്റിന്റെ മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പ്രയോജനകരമായ എല്ലാത്തരം സ്വിച്ച് വേർഡ്സും മന്ത്രങ്ങളും ഈ ചാനൽ വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ചെയ്ത പല വീഡിയോസിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വിഷയം എന്തായാലും അതിനനുസരിച്ചു ആ വീഡിയോസ് തിരഞ്ഞു എടുത്തു ഞങ്ങൾ പറഞ്ഞപോലെ ജപിച്ചു നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. വിശ്വാസം അത് ഉണ്ടാവണം എന്ന് മാത്രം. നമ്മൾ മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി വിശ്വാസത്തോട് സമാധാനമായി ജപിക്കുക. അല്ലാത്ത പക്ഷം അതിൽ പ്രയോജനം ലഭിക്കുകയില്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വിശദമായി മനസ്സിലാക്കി ജപിക്കുക. ഇന്നത്തെ സ്വിച്ച് മന്ത്രം സൗന്ദര്യം, ആകർഷണീയത, ചാരുത, കൃപ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ്. ഈ മാതൃകാ മന്ത്രം പതിവായി ജപിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഈ മന്ത്രം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയും. ഈ സ്വിച്ച് മന്ത്രം മുഖത്തും ശരീരത്തിലും കാന്തികതയും തിളക്കവും ചേർത്ത് വ്യക്തിയെ സ്വാഭാവികമായും മനോഹരവും ശാരീരികമായി ആകർഷകവുമാക്കുന്നു. ഓം ശ്രീം യം. ഓം മന്ത്രം ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുകയും ജ്ഞാനോദയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ശ്രീ എന്നാൽ സൗന്ദര്യം, മികവ്, അന്തസ്, ശക്തി എന്നിവയാണ്. ശ്രീം യ മന്ത്രം ലക്ഷ്മി ദേവിയുടെ മന്ത്രമാണ്. അത് ഐക്യം, സമൃദ്ധി, ഭാഗ്യം എന്നിവ നൽകുന്നു. ശ്രീ എന്നാൽ എല്ലാ ചക്രങ്ങൾക്കും ചന്ദ്രന്റെ പോഷണവും തണുപ്പും നൽകുന്ന ഊർജ്ജം നൽകുന്നു. ഇത് ഹൃദയ കേന്ദ്രത്തിൽ പൂർണ്ണതയുടെ ഒരു വികാരത്തെ ഉണർത്തുന്നു. യം എന്നത് ശരീരത്തിൽ ആയുർവേദ രസധാതുവിനെ സൂചിപ്പിക്കുന്നു. ഇത് ആരോഗ്യകരമായ പ്ലാസ്മ ഉത്പാദിപ്പിക്കുന്നു. യം എന്നതിനൊപ്പം ശ്രീം ശക്തി ബീജം ചേർക്കുന്നതിലൂടെ അത് തിളക്കം, ആരോഗ്യം, സൗന്ദര്യം, ശക്തി, പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ തുടങ്ങുന്നു. അതിനാൽ സൗന്ദര്യവും തിളക്കവും പലമടങ്ങ് വർദ്ധിക്കുന്നു. ശ്രീമിന്റെ ഊർജ്ജവുമായി ചേർന്ന് ഈ ഓം പ്രണവജപം ശക്തിപ്പെടുത്തുകയും ഊർജ്ജസ്വലമാക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഓം ശ്രീം യം എന്ന ഈ സ്വിച്ച് മന്ത്രം തുടർച്ചയായി ജപിക്കുന്നത് ഓജസ്, തേജസ് ഊർജ്ജങ്ങളുടെ വളർച്ചയിലേക്ക് നയിക്കുന്നു. ഇത് സൗന്ദര്യം, തിളക്കം, നല്ല ആരോഗ്യം എന്നിവ കൈവരിക്കുന്നതിലേക്ക് നയിക്കുന്നു. കൂടാതെ ഓം ശ്രീം യം മന്ത്രം പതിവായി ജപിക്കുന്നത് ധാരാളം ഗുണങ്ങൾ നൽകുന്നു. ഈ മന്ത്രം ഒരു വ്യക്തിക്ക് സ്നേഹം, അനുകമ്പ, വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ നൽകുന്നു. ഈ മന്ത്രം ഹൃദയചക്രത്തെ സജീവമാക്കുകയും ഹൃദ്രോഗങ്ങളിൽ നിന്നും വൈകാരിക അസന്തുലിതാവസ്ഥയിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഈ മന്ത്രം ഒരു വ്യക്തിയെ നെഗറ്റീവ് എനർജികളിൽ നിന്നും മന്ത്രവാദത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ശാന്തവും സുഖകരവുമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓം ശ്രീം യം എന്ന മന്ത്രം സാവധാനം ഏകാഗ്രതയോടെ ജപിക്കുക. മന്ത്രം കുറഞ്ഞത് 11, 21 അല്ലെങ്കിൽ 108 തവണ ജപിക്കുക. അടുത്തതായി പറയുന്നതും ശാരീരിക സൗന്ദര്യം നൽകുന്ന ഒരു പ്രധാന സ്വിച്ച് മന്ത്രമാണ്. കൂടാതെ മാനസിക സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടിയുള്ള ഒരു മനോഹരമായ മന്ത്രമാണ് ഇത്. ഇത് ശ്രീവിദ്യയിൽ സുന്ദരി മന്ത്രം എന്ന് പരാമർശിച്ചിരിക്കുന്നു. ഹ്രീം ശ്രീം ക്ലീം എന്ന മന്ത്രത്തിൽ ഹ്രീം എല്ലാ ചക്രങ്ങളിലേക്കും സൗരോർജ്ജവും സ്ഥലവും കൊണ്ടുവരുന്നു. ഇത് സാധാരണയായി ഹൃദയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ആത്മീയ ഹൃദയത്തിൽ ആഴത്തിലുള്ള സമാധാനം കൊണ്ടുവരുന്നു. ശ്രീം എല്ലാ ചക്രങ്ങളിലേക്കും പോഷണവും തണുപ്പും നൽകുന്ന ചന്ദ്രശക്തി നൽകുന്നു. ഇത് ഹൃദയ കേന്ദ്രത്തിൽ പൂർണ്ണതയുടെ വികാരത്തെ ഉണർത്തുന്നു. ശ്രീം എന്നത് ഒരു ശക്തമായ മന്ത്രമാണ്, അല്ലെങ്കിൽ പവിത്രമായ ശബ്ദമാണ്. പ്രാഥമികമായി ഹിന്ദു ദേവതയായ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൾ സമ്പത്തിനും സമൃദ്ധിക്കും പേരുകേട്ടവളാണ്. ക്ലീം എല്ലാ ചക്രങ്ങളിലേക്കും കാന്തികവും വൈകാരികവുമായ ഊർജ്ജം നൽകുന്നു. ഇത് ചക്രങ്ങളിലേക്ക് ജലശക്തി ആകർഷിക്കുകയും പൂർത്തീകരണത്തിന്റെ ഒരു തോന്നൽ കൊണ്ടുവരുന്നു. ദിവ്യ സ്ത്രീശക്തിയായ ശക്തിയുമായി ബന്ധപ്പെട്ട ശക്തമായ ഒരു ഹിന്ദു മന്ത്രമാണ് ക്ലീം മന്ത്രം. ബന്ധങ്ങൾ, സ്നേഹം, പോസിറ്റീവ് ബന്ധങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബന്ധങ്ങളെ ആകർഷിക്കുകയും ശക്തിപ്പെടുത്തുകയും വിടവുകൾ നികത്തുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ ഈ സ്വിച്ച് മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ശരീരത്തെ പ്രകാശമാനവും ഊർജ്ജസ്വലവുമാക്കുന്നു, സുന്ദരമാക്കുന്നു. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ആന്തരിക ശക്തികൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അത് നമ്മുടെ ആത്മീയ ഹൃദയത്തിൽ ആഴത്തിലുള്ള സമാധാനബോധം കൊണ്ടുവരികയും പൂർണ്ണത, സംതൃപ്തി, സമാധാനം, പൂർത്തീകരണം, സന്തോഷം എന്നിവയുടെ വികാരം നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വിശ്വസിക്കുക, ജപിക്കുക, നേടുക.